ഒരു വൈകിട്ട് ഒരു ചായ കുടിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ആംബിയൻസ് അത് എടുത്ത് തന്നെ പറയാം. നമുക്കിവിടെ ഒരു ഒരു പുലിയൊക്കെ ഉണ്ട്. നമുക്ക് ചെറിയ സ്പേസ് തന്നെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ ഒരു ഏരിയയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പണിക്കാരെ അവരൊരു സ്കില്ലാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത്. ഒരു ചെറിയൊരു സ്പേസിൽ വളരെ മോഡുലർ കിച്ചൺ ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഡിസൈൻ ഞാൻ ഈ വീട്ടിൽ മാത്രമേ ചെയ്തിട്ട് കണ്ടിട്ടുള്ളൂ. ഈ ഒരു പാറ്റേൺ നമ്മുടെ ഈ ഒരു ടൈൽസിനായിട്ട് ഭയങ്കര ഒരു കോംബോ ഉണ്ടോ. ഹായ്, നമസ്കാരം. ഞാനൊന്ന് വന്നുള്ളതേ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ നമ്മളൊരു ഷമീർക്ക എന്ന് പറഞ്ഞ ഒരു ക്ലൈൻറ്റിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഒരു 1900 സ്ക്വയർ ഫീറ്റിൽ വളരെ ഭംഗിയായി ചെയ്ത് വെച്ചിരുന്ന ഒരു വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷവും കാണാനല്ല, നമുക്ക് വീഡിയോയിൽ കാണാം. വെൽക്കം ബാക്ക് ടു സ്റ്റോൺ ഗാലറി. അപ്പോൾ ഈ വീടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ 6x4 ബുക്ക് മാച്ച് ബ്രഷ് ഉണ്ടല്ലോ, നമ്മളെ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ ബുക്ക് മാച്ച് ഡിസൈനിൽ വരുന്ന ഒരു ബ്രഷ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ മാർബിൾ ഡിസൈൻ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് വീട്ടിൽ ചെയ്യുമ്പോൾ വരുന്നൊരു പരാതിയായിരുന്നു, സ്പേസ് കുറവാണ്. നമുക്ക് ബുക്ക് മാച്ച് ഇടുമ്പോൾ നമുക്ക് ആ ഒരു ഡയമണ്ട് ഡിസൈൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല. അത് ഒരുപാടധികം കസ്റ്റമേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും അവർക്ക് ആ ഒരു ഡിസൈൻ ചെയ്യാൻ. എന്നിട്ട് ആ ഒരു വീടിൻ്റെ ഒരു സ്പേസ് കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അവർക്കത് ചെയ്യാനോ കാര്യങ്ങൾ കഴിയുന്നില്ല. കാരണം ഒരുപാട് വേസ്റ്റ് പോകും, നമുക്ക് ആ ഡിസൈൻ കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് പരാതികളായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു പ്രൊഡക്റ്റ് നമ്മൾ ഇറങ്ങുന്നത്. ഈ ഒരു ബ്രഷ്യ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ ബുക്ക് മാച്ച് അല്ലാതെ എൻഡ് മാച്ച് ആയിട്ടുള്ള വരുന്ന ഡിസൈൻ. അത് ബുക്ക് മാച്ച് തന്നെ, അതിൻ്റെ ഒരു എൻഡ് മാച്ച് ഡിസൈൻ. നമുക്ക് സ്പേസ് വളരെ ലാഭിക്കാം, അതുപോലെ തന്നെ കട്ടിങ്ങോ കാര്യങ്ങളോ കൂടുതൽ വരില്ല. അപ്പം അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഈ ഒരു വീടിന്റെ ഹാള് കാരണം എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വീടിനെ കുറിച്ച് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ബ്രഷ്യ സാൻഡ് എന്ന് പറഞ്ഞ ആ ഒരു പ്രൊഡക്റ്റ്. നമ്മുടെ ആ ഒരു ബുക്ക് മാച്ച് ബ്രഷ്യ ബുക്ക് മാച്ച് എങ്ങനെയാണോ ചെയ്താൽ കിട്ടുന്നത് അതേ സെയിം പാറ്റേൺ ആയിരിക്കും ഈ ഒരു സാധനത്തിന് വരുന്നത്. നമുക്ക് ആ ഒരു ഡയമണ്ട് ഷെയ്ഡ്, നമ്മളൊരു ബുക്ക് മാച്ചിൽ വരുന്ന സെൻറ്ററിൽ ഒരു ഡയമണ്ട് ഷെയ്ഡ് ഉണ്ടാവില്ല. ബാക്കി എല്ലാം കറക്റ്റായിട്ട് ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈൻ എങ്ങനെയാണോ അതേമാതിരി നമുക്കിവിടെ ചെയ്താൽ കാണാൻ പറ്റും. ഈ ഒരു ഏരിയ, ഈ ഒരു ഹാൾ, ഡൈനിങ് ഹാൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെ അപ്പോക്സിറ്റ് ചെയ്തൊരു മോഡലാണ്. ഇതിന് വേറൊരു സംഗതി കൂടി ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ലൈറ്റ് ആണ്. ഈ ഒരു സെയിം സാധനം ചേഞ്ച് ചെയ്ത് നമ്മൾ വാം ലൈറ്റിലോട്ട് മാറുകയെന്നുണ്ടെങ്കിൽ, അത് അവരുടെ കൺസെപ്റ്റാണ്. പക്ഷെ നമ്മളിത് വാം ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഈ ഒരു ബീജിഷ് എന്ത് ചെയ്യും, ഒന്നുകൂടി ഒന്ന് ലൈറ്റ്നിങ് ഉണ്ടാവും. കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ബീച്ച് കളറിനെ ഒന്നുകൂടി മാറ്റാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ ഈ പറഞ്ഞ ഒരു വാം ലൈറ്റ് ആഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരുപാട് സൈഡിൽ അത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ബുക്ക് മാച്ച് ചെയ്തൊക്കെ അധികം വീട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു വാം ലൈറ്റ് ഒക്കെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടി നമുക്ക് ഈ കാണുന്ന സെയിം പ്രൊഡക്റ്റ് ഒന്നുകൂടി ഒരു ബീച്ചിൽ നമുക്ക് തിളങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു കുറച്ചും കൂടി ഒരു നല്ലൊരു ബീച്ച് ഇറ്റാലിയൻ പാറ്റേൺ തന്നെ സെയിം ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ബാക്കി നമുക്ക് പിന്നെ റൂം കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി റൂമുകൾ കാര്യങ്ങളെല്ലാം നോക്കാം. ഓക്കെ, ഈ ഒരു റൂമിലോട്ട് വരുമ്പോൾ ഒരു 11-10 റൂമിൽ ചെയ്തൊരു ഡിസൈനാണിത്. നമ്മൾ ആ ഒരു ഇറ്റാലിയൻ മാർബിളിൽ നിന്ന് മാറി നേരെ നമ്മളൊരു കൽക്കട്ട മാർബിളിൻ്റെ ഡിസൈനായി. ഈ ഒരു പ്രൊഡക്റ്റും നിങ്ങൾക്ക് നോക്കിയാൽ ചിലപ്പം ഫെമിലിയാരിറ്റി ആയിരിക്കും. കാരണം നമ്മളൊരു 6x4 ഇതിൻ്റെ സെയിം മോഡൽ നമ്മളൊരു ബ്രഷ്യ അല്ല, ഒരു ബുക്ക് മാച്ച് മോഡൽ നമുക്കുണ്ടായിരുന്നു. സിൽക്ക് ബ്രൗൺ തന്നെ ഒരുപാട് സൈഡിൽ ചെയ്തൊരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ തന്നെ സെയിം 4x2 മെറ്റീരിയലാണിത്. നമുക്ക് ഈ ഒരു കോംബോ നമുക്ക് കാണാം. ഇറ്റാലിയൻ മാർബിളിൽ നിന്ന് വന്ന് നേരെ റൂമിലോട്ട് പോകുമ്പോൾ ഈ ഒരു വൈറ്റ് മാർബിൾ, അതായത് കൽക്കട്ട മാർബിൾ ഒരു ഡിസൈനിലോട്ട് പോയി. ഈ റൂം കംപ്ലീറ്റ് ആയിട്ട് ഒരു 10-11 റൂമാണ്. ഈ റൂം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ആണല്ലേ, ഭയങ്കര ഒരു വൈറ്റ്നിഷ് ആണ്. നമുക്ക് ഒരിക്കലും ഡാർക്ക് എന്നുള്ള ഫീൽ ഒരിക്കലും വരില്ല. അതാണ് ഇങ്ങനത്തെ ഒരു ഡിസൈനിന്റെ പ്രത്യേകത. നമ്മുടെ പണ്ടത്തെ ടൈപ്പിൽ നോക്കിയാൽ കാണാം, ഈ ഒരു വൈറ്റിൽ ചെറിയ ഗ്രേ ടൈപ്പ്, എല്ലാം ഈ ഫുൾ ഒരു ഗ്രേ ടൈൽസ്. ഈ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ആദ്യം എല്ലാം. അപ്പം അതിൽ നിന്നൊക്കെ മാറി ഒരു ഗോൾഡിഷ് കളറിലാണ് ആൾക്കാർ തീമുകളൊക്കെ വന്നിട്ടുള്ളത് ഫുള്ളായിട്ട്. അതായത് ഒരു ഗോൾഡിഷ് അല്ലെങ്കിൽ ഒരു ഫാൻസി ടൈപ്പ് ആയിട്ട് പിസ്ത അങ്ങനത്തെ പാറ്റേണിലോട്ട് മാറി ഇപ്പോൾ ആൾക്കാർ. അപ്പം അതിലൊക്കെ പെട്ട ഒരു ട്രെൻഡിങ് ആയിട്ടാണ് ഈ ഒരു കാണുന്ന ഈ ഒരു കൽക്കട്ട ഡിസൈനൊക്കെ. ഈ ഒരു ബാത്റൂമിന്റെ കൺസെപ്റ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തുള്ള അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഒരു വാൾ എന്ത് ചെയ്യും, നമ്മളൊരു ഹൈലൈറ്റർ ഡിസൈൻ കൊടുക്കും, സൈഡിൽ മൊത്തം വൈറ്റിൽ കൊടുക്കും. അതുപോലത്തെ ഒരു ലീഫ് ടൈപ്പിനാണ് ഇവിടെ കൊടുത്തുള്ളത്. നമ്മുടെ ഈ ഒരു വീട്ടിലെ എല്ലാ ബാത്റൂമും സെയിം കൺസെപ്റ്റ് ആണോ. ഇതാണ് ഒരു ബാത്റൂമിന്റെ കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹാളിന്റെ ഒരു റൂം കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അടുത്ത റൂം ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെയിം കൺസെപ്റ്റാണ്. നമ്മളെല്ലാ റൂമെല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് ഈ ഒരു ഇറ്റാലിയൻ മാർബിൾ ഡിസൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കൽക്കട്ട ഡിസൈനിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു റൂം ഇതിന് ഞാൻ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ ഒരു വീട് നമ്മൾ ഫുള്ള് വർക്ക് കഴിയാത്തൊരു വീടാണ്. നമ്മൾ ക്ലയൻറ്റിൻ്റെ അപ്രൂവ് എടുത്തിട്ട് വന്നതാണ്. കാരണം ഇവിടെ ഒരു വർക്ക് 95% മാത്രമേ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ജസ്റ്റ് മുകളിൽ അപ്സ്റ്റെയർ കാണാനെല്ലാം പെയിൻറ്റിൻ്റെ വർക്ക് കാണാനെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പരിമിതികൾ ഇതിൽ വീഡിയോയിലുണ്ടാവും. അപ്പോൾ അതിന് ഞാനൊരു ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഈ റൂമും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു കൽക്കട്ട ഡിസൈൻ, അതായത് പെയ്ഡ് സ്റ്റാറ്റുവറി എന്നാണ് ഈ ഒരു മോഡൽ നെയിം വരുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ മോഡൽ നെയിം വരുന്നത് പെയ്ഡ് സ്റ്റാറ്റുവറി എന്നാണ്. ഇതിൻ്റെ തന്നെ ബുക്ക് മാച്ച് 6-4 പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ കൽക്കട്ട ഡിസൈനിലോട്ട് പോകുന്നുണ്ടെങ്കിൽ സിൽക്കൺ ബ്രൗൺ എന്നാണ് മോഡൽ നെയിം വരുന്നത്. ഈ റൂമും ഞാൻ പറഞ്ഞ നേരത്തെ സെയിം കൺസെപ്റ്റ് ആണ്.
അപ്പോൾ നമുക്കിനി ബാത്റൂം എല്ലാം നമ്മളെ കാണിച്ച സെയിം കൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ നമുക്ക് എന്ത് ചെയ്യാം, അപ്സ്റ്റെയറിലോട്ട് പോകാം. നമുക്ക് അപ്സ്റ്റെയർ കാണാനെല്ലാം നോക്കാം. അപ്പോൾ നമ്മൾ അപ്സ്റ്റെയറിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഏരിയ കൂടി കാണിക്കാറുണ്ട്. നമ്മൾ ഈ ഒരു കിച്ചൺ ഒരു ചെറിയൊരു സ്പേസിൽ വളരെ മോഡുലർ കിച്ചൺ ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു കൗണ്ടർ കാര്യങ്ങളെല്ലാം നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിന്റെ കൗണ്ടർ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റ് ആണ്, കളർ ഗ്രാനൈറ്റ് മോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ ഒരു ഭാഗത്ത് ചെയ്യുന്നത്. അതുപോലെ ഫ്ലോറിൽ നമ്മൾ ആ ഒരു റൂം കാര്യങ്ങളെല്ലാം ചെയ്ത ഞാൻ പറഞ്ഞല്ലോ ഇറ്റാലിയൻ മാർബിൾ കഴിഞ്ഞാൽ നേരെ നമ്മളൊരു കൽക്കട്ട മാർബിൾ ആ ഒരു പാറ്റേൺ തന്നെ ഇവിടെ എല്ലാം കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡൽ കിച്ചൺ ചെറിയ രീതിയിൽ തന്നെ. അതുപോലെ കിച്ചൺ വാളെല്ലാം പ്ലെയിൻ വൈറ്റ് ടൈൽ ഒട്ടിച്ചിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടൊരു തീമിലാണ് കിച്ചൺ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ വളരെ അട്രാക്റ്റീവ് ആണ്. നമുക്ക് അതിന്റെ സിങ്ക് എല്ലാം നോക്കിയാൽ ഡബിൾ സിങ്കിൽ 2 പൈപ്പാടെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്, പക്ഷെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം അതിൻ്റെതായ ഒരു ചെറിയ പരിമിതികളുണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ഈ ഒരു കിച്ചൺ കാര്യങ്ങൾ എങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം വളരെ ഒരു അട്രാക്റ്റീവ് കിച്ചണാണ് എന്തായാലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹാളിൽ നിന്ന് നേരെ നമ്മൾ സ്റ്റെയർ കേസ് കയറുന്ന ആ ഒരു എൻഡിങ്ങിൽ ആ ഒരു കോർണറിലായിട്ട് വളരെ ഭംഗിയായിട്ട് നല്ലൊരു ക്യാബിനറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാബിനറ്റ് നമ്മൾ നോക്കി അറിയാൻ പറ്റും. താഴത്തെ ആ ഒരു ഡോറെല്ലാം നമുക്കൊരു ടൈൽസിൻ്റെ ഡിസൈനാണ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മാർബിളാണ് നമുക്കൊരു കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. മുകളിലൊരു ടേബിൾ ടോപ്പും ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന വളരെ ഭംഗിയുള്ള ഒരു മിററും. ഈ ഒരു പാറ്റേൺ ഈ ഒരു നമ്മൾ ഈ ഒരു ടൈൽസിനായിട്ട് ഭയങ്കര ഒരു കോംബോ ഉണ്ടോ, വളരെ ഒരു മാച്ചിങ് ആയിട്ട് തന്നെ സംഗതി കൊടുത്തിട്ടുണ്ട്. വളരെ വൃത്തി തന്നെ സംഗതി നമുക്കൊരു എടുത്ത് കാണിക്കുന്നു. നല്ലൊരു ഷോ കിട്ടുന്ന ഒരു ഏരിയയും കൂടി ആയതുകൊണ്ട് തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന്റെ ഒരു ഹൈലൈറ്റർ ടൈപ്പ് എന്ന് പറയാം, ഒരു ഹൈലൈറ്റ് ഭാഗം അത് ഈ ഒരു സ്റ്റെയർ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു സ്റ്റെയർ വേറെ എന്താണ് ഇപ്പോൾ ഈ സ്റ്റെയറിൽ വ്യത്യാസം നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. കാരണം ഞാൻ ഈ ഒരു ഡിസൈന് ഞാൻ ഈ വീട്ടിൽ മാത്രമേ ചെയ്തിട്ട് കണ്ടിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു സ്റ്റെയറിലോട്ട് വരുമ്പോൾ ഈ ഒരു സ്ക്വയർ ട്യൂബോ കാര്യങ്ങളല്ല, നമുക്കിതെല്ലാം നോർമലി ഇതിനോട്ട് അട്രാക്റ്റീവ് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു സ്റ്റീൽ ടൈപ്പിൽ നമുക്ക് ഇതിൻ്റെ ഒരു വുഡൻ പെയിന്റ് അടിച്ചത് വളരെ മാച്ചിങ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സൈഡ് ഭാഗത്ത്, അതായത് ഇതിന്റെ ഒരു സ്കേർട്ടിംഗ് ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാൽ ഭാഗം നമ്മൾ ഈ ഒരു വുഡൻ പാറ്റേണും അതുപോലെ തന്നെ ബാക്കി സൈഡെല്ലാം നമ്മൾ ഈ ഒരു ബ്രഷയുടെ ബാലൻസ് ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കോണിന്റെ വീഡിയോ ഒന്ന് ക്ലിയർ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത് സംഗതി കറക്റ്റ് മനസ്സിലാവും. ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു കോണിന്റെ വീഡിയോ കറക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ മനസ്സിലാവും കേട്ടോ. നമ്മളൊരു ഡിസൈൻ ചെയ്ത് കൊടുത്ത് ഈ ഒരു വീട്ടിൽ മാത്രമേ ഞാൻ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുള്ളൂ. വളരെ ഭംഗിയായിട്ട് ആ ഒരു പാറ്റേൺ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം മെയിൻ ആയിട്ട് എന്താ അറിയോ, നല്ല അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സ് ആണോ. കാരണം വീട് പണിന്റെ ഈ ഒരു 90% ഈ ഒരു ഡിസൈൻ പാറ്റേൺ എല്ലാം വർക്കേഴ്സിന്റെ കയ്യിലാണ്. അപ്പോൾ ഒരു ഇതിന്റെ ഒരു 40 തടിക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു മോൾഡിംഗ് ആണെങ്കിലും എന്താണെങ്കിലും പണിക്കാരെ അവരൊരു സ്കില്ലാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത്. നമുക്ക് ക്ലിയർ ആയിട്ട് ഞാൻ ഈ ഡിസൈനർ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു, അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്സ്റ്റെയറിൽ വരുന്ന രണ്ടാമത്തെ റൂം. നമ്മൾ ആ സ്റ്റെയർ കയറി വന്ന നേരെ വരുന്നത് ഈ റൂമിലോട്ടോ. എല്ലാ റൂമെല്ലാം ഏകദേശം സെയിം അളവാണ്. സെയിം ബാത്റൂമിന്റെ ഏരിയ എല്ലാം സെയിം ആണ്. കറക്റ്റ് ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഈ ഒരു വീടിന്റെ ഒരു ഷേപ്പ് നിൽക്കുന്നത്. അപ്പോൾ റൂം കാര്യങ്ങളെല്ലാം ഇതെന്താ പറയുക മാക്സിമം ഒരേ പാറ്റേണിലാണ് കൊണ്ടുവരുന്നത്. അതിനാകുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നമുക്ക് വേസ്റ്റേജ് കുറക്കാം, നമുക്ക് അഡീഷണൽ വേസ്റ്റേജ് കുറക്കാന്ന് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതി കൺസെപ്റ്റ് അവർ ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും അവർക്ക്, എന്തായാലും ഷുവറാ. കാരണം താഴെ റൂംസ് എല്ലാം ഒരേ പാറ്റേൺ, കിച്ചൺ ഒരേ പാറ്റേൺ, റൂമിന്റെ ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും അപ്സ്റ്റെയറിന്റെ ഗ്രൗണ്ട് ഫ്ലോറും അപ്സ്റ്റെയറിന്റെ ഫ്ലോറും കാര്യങ്ങളെല്ലാം സെയിം ആയിട്ട് കൊടുത്തുള്ളത്. അപ്പോൾ ആ ഒരു വേസ്റ്റേജ് കാരണം നന്നായിട്ട് തന്നെ കുറഞ്ഞിട്ടുണ്ടാവുന്നുള്ള ഷുവറാണ്. ഇതിലും ഞാൻ പറഞ്ഞ മാറ്റം ഇന്റീരിയർ വർക്ക് പെൻഡിങ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്റീരിയർ വർക്ക് കാര്യങ്ങൾ വന്നിട്ടാണ് ഇതിന് ശരിക്കും നമുക്ക് ഇതിന്റെ ഒരു ഭംഗി ഒന്നും കൂടി എടുത്ത് കാണാൻ പറ്റുള്ളൂ. ഇവിടെയും ഞാൻ ഈ പറഞ്ഞാൽ തന്നെ സെയിം ആണ്. ഇതിൽ വേറെ അഡീഷണൽ ആയിട്ട് നമുക്ക് കാണിച്ചു തരാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അഡീഷണൽ കാണിച്ച ആളെ ഏരിയ നമുക്കൊന്ന് വരുന്നത് നമുക്ക് അതിലോട്ടുണ്ട്. നമ്മുടെ അപ്സ്റ്റെയറിലോട്ട് കയറി വന്നാൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു പോർഷനാണ് ഈ ഒരു ഡൈനിങ് ഏരിയ. നമ്മൾ ആ ഒരു വുഡൻ പ്ലാങ്ക് എല്ലാം ഒരു വുഡൻ സീരീസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വന്ന് നിൽക്കുന്നത് നമ്മൾ ഈ ഒരു പോർഷനിലോട്ടാണ്. ഇവിടെയും ഞാൻ പറഞ്ഞ ആ ഒരു സ്പേസിൽ ഈ ഒരു ചെറിയ സ്പേസ് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ഇറ്റാലിയൻ മാർബിൾ സാധനം ചെയ്താൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റ്. നമുക്ക് ബുക്ക് മാച്ച് ചെയ്യേണ്ട ഏരിയ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം അടിപൊളി ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്സ്റ്റെയറിൽ വരുന്നത് 2 റൂമാണ് വരുന്നത്. സെയിം നേരത്തെ കണ്ട ഒരേ ഒരു പൊസിഷനിൽ നേരെ അപ്സ്റ്റെയറിൽ വരുന്ന 2 റൂമാണ്. ഇത് നമുക്ക് ഒന്നാമത്തെ റൂമിൽ ലെഫ്റ്റ് സൈഡിലുള്ള റൂമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ സെയിം നമ്മൾ നേരത്തെ കണ്ട ഒരു ടൈപ്പ് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. നമുക്കിവിടെ ഒരു പുലിയൊക്കെ ഉണ്ട് നമുക്ക്. നമുക്ക് ഈ ഒരു പോർഷനും പിന്നെ ഇതിന് മെയിനായിട്ട് എടുത്ത് പറയണം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഇന്റീരിയർ വർക്ക് എല്ലാം മുഴുവനായിട്ടില്ല എന്നാണ് എന്നോട് ഷെമീർക്ക് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ജിപ്സൺ വർക്ക് കാണാനെല്ലാം പെൻഡിങ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അതും കൂടി ഇതിൽ ആഡ് ആവാണ്ടോ. അതെല്ലാം നമ്മൾ ഈ ഒരു ടൈൽസിനെ നമുക്ക് ടൈൽസിന്റെ കളർ ലൈറ്റിങ് കാണാനെല്ലാം നമുക്ക് ഇതിൽ മാറ്റം വരും. ഇപ്പം നമ്മൾ ഈ കാണുന്ന ടൈൽ ആവില്ല, ഇതിൻ്റെ ഇന്റീരിയർ വർക്ക് കൂടി കഴിഞ്ഞ് ലൈറ്റ് ഒന്നും കൂടി ആഡ് ആകുമ്പോൾ കാണുന്നത്. അതിൻ്റെതായ മാറ്റങ്ങൾ നല്ല രീതിയിൽ വരും. എത്രത്തോളം ലൈറ്റ് കൊടുക്കുന്നോ അത്രത്തോളം ടൈൽസിന്റെ അട്രാക്ഷൻ കൂടുന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ബാത്റൂം ആണെങ്കിലും ഞാൻ പറഞ്ഞ നമ്മളെ സെയിം കൺസെപ്റ്റ് വരുന്നത്. ഫ്ലോർ ആണെങ്കിലും നമ്മൾ ആ താഴത്തെ എങ്ങനെയാണ് കണ്ട് അതേമാതിരി നമുക്ക് മുകളിലും ഫ്ലോറും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞൊരു ബാൽക്കണി ഏരിയ ആണ് വരുന്നത്. ഇവിടെ ഒരുപാട് പെയിന്റ് ബക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഏരിയ ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് ക്ലിയർ ആയിട്ട് പറയാനുള്ളത്. കാരണം ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ഭയങ്കര ഒരു ആംബിയൻസ് എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ. ഫ്ലോർ ആണെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റെയറിൽ കണ്ട ഒരു വുഡൻ ആണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, ഇവർ എങ്ങനെയാണോ ഒരു സെയിം ഒരു ടൈലൊരു സാധനം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ അത് എവിടെല്ലാം യൂസ് ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലാം ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഭയങ്കര ഈ ഒരു കസ്റ്റമർ ഒരു കൺസെപ്റ്റും അതുപോലെ തന്നെ വർക്കേഴ്സിന്റെ ഒരു ബ്രില്യൻ്റാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ എടുത്തു പറയാനുള്ള കാര്യമുണ്ട്, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഷമീർക്ക എന്ന് പറഞ്ഞ മൂപ്പരാണ് ഇതിന്റെ ഫുള്ള് വർക്ക് കാര്യങ്ങൾ മൂപ്പരനെ ഉണ്ടോ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സെപ്പറേറ്റ് ഒരു എഞ്ചിനീയറോ കാര്യങ്ങളൊന്നും ഇല്ല, മൂപ്പരനെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയൊരു മുതലാണിത്. നമുക്കൊരു സ്വന്തമായിട്ട് കൺസെപ്റ്റ് ഉള്ളപ്പോൾ ഈ ഒരു സംഗതി അത് ഭയങ്കര അട്രാക്റ്റീവാണ്. മൂപ്പരനെ സ്വന്തമായിട്ട് ആ ഒരു സാധനം ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഏരിയ, ഈ ഒരു ഗ്ലാസ് പാർട്ടീഷൻ്റെ കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കരമായിട്ട് നമുക്കൊരു വൈകിട്ട് ഒരു ചായ കുടിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ആംബിയൻസ് അത് എടുത്ത് തന്നെ പറയാം. ഒരു ഇതിലേക്ക് വർക്കെല്ലാം എനിക്ക് ഈ ഒരു വീട്ടിൽ എനിക്കൊരു ഫേവറേറ്റ് പോർഷൻ തോന്നിയ ഒരു ഏരിയ ആണിത്. ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ തോന്നിപ്പോയി ഈ ഒരു ഭാഗം. നമ്മൾ അപ്സ്റ്റെയറിലോട്ട് നിന്ന് വീണ്ടും താഴോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നത്. ഏരിയ എല്ലാം ശ്രദ്ധിച്ചെങ്കിലും ഈ ഒരു സംഗതി കൺസെപ്റ്റ് ശ്രദ്ധിച്ചിരുന്നില്ല. നമ്മളെ മുസ്ലിംസിന്റെ കാര്യങ്ങൾക്കെല്ലാം കാല് വാഷ് ചെയ്യാൻ നമ്മൾ ഉദു കൊടുക്കാൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ് ഇവിടെ. നമ്മുടെ ഹാളിൽ തന്നെ ഒരു ചെറിയൊരു സെറ്റപ്പിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്കൊരു കാല് കാര്യങ്ങളെല്ലാം വാഷ് ചെയ്യാനൊരു സ്റ്റോണും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ കൺസെപ്റ്റ് ഇതെല്ലാം ഞാൻ മെയിനായിട്ട് നേരെ നമുക്ക് പോകുന്ന കൺസെപ്റ്റിലോട്ടാണ്. ഒരു ഭാഗം അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും. കാരണം നമുക്ക് യൂസ്ഫുൾ ആണ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ചെറിയ സ്പേസ് തന്നെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ ഒരു ഏരിയയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്ന പോർഷൻ നമ്മൾ സിറ്റ് ഔട്ട്. നമ്മുടെ ഏറ്റവും ഷോ കിട്ടുന്ന ഏരിയയാണ് സിറ്റ് ഔട്ട്. നമ്മൾ ആദ്യം കാണിക്കേണ്ടത് ഈ ഒരു ഭാഗമായിരുന്നു, പക്ഷെ ഇവിടെ കുറച്ച് മെറ്റീരിയൽസും കാരണം എല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം ഫസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തത്. എന്തായാലും ഈ ഭാഗം നമുക്ക് കാണിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വുഡൻ, ഈ ഒരു വുഡൻ പാറ്റേണിൻ്റെ ഒരു ഇത് നമ്മളാ ഒരു 4x2 സാധനം ഒഴിവാക്കി നേരെ നമ്മൾ വുഡൻ പ്ലാങ്ക്സിലോട്ട് വന്നു. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് വുഡൻ പ്ലാങ്ക്സിലാണ് കൊടുത്തിട്ടുള്ളത്. അത് അപ്പോക്സിറ്റ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു അട്രാക്ഷൻ നമുക്ക് വേറെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. എനിക്ക് ഒരു കയറി വരുന്ന ആ ഷോ ഭാഗം നേരെ വൈറ്റ് പെയിന്റ് അതിലോട്ട് ഈ ഒരു വുഡൻ പ്ലാങ്ക്സും വെച്ചപ്പോൾ, കാരണം ഇതൊരു ഒറിജിനൽ വുഡ് ഗോൾഡ് എന്ന പ്രൊഡക്റ്റാണ് ഈ സാധനം വരുന്നത്. കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു വാതിലും ഈ പറഞ്ഞ മാതിരി ഇതിനോട്ട് ഒരു കോംബോ ആയിട്ട് തന്നെ വാതിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സിറ്റിംഗ് ചെയർ കാര്യങ്ങളെല്ലാം ഒരു കൺസെപ്റ്റ്. ഞാൻ നേരത്തെ പറയുന്നത് എല്ലാത്തിനും എനിക്ക് അവസാനം എനിക്ക് ഒരു കൺസെപ്റ്റാണ്, ഓരോരോ കൺസെപ്റ്റാണ് ഓരോരോ മോഡലും നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽസിന്റെ എല്ലാം പ്രൊഡക്റ്റ് നെയിം കാണാനെല്ലാം കിട്ടാൻ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് തന്നിട്ടോ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഷമീർഖാന്റെ ഈ കൊടുങ്ങല്ലൂരുള്ള ഈ ഒരു വീടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മൾ മെയിനായിട്ട് ഇതിൽ കാണിക്കാൻ ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ. ഇവരെ വർക്ക് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ നമ്മളൊരു പ്രൊഡക്റ്റ് കാര്യങ്ങൾ കാണിക്കാനുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ചെറിയ രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഏത് പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഇതിൽ പ്രൊഡക്റ്റ് നെയിമോ കാര്യങ്ങളോ കിട്ടാനാണെങ്കിലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് പർച്ചേസിനാണെങ്കിലോ നമ്മൾ കേരളം മൊത്തം നമുക്ക് ഫ്രീ ഡെലിവറി ആണ്. ആൾ കേരള സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെലിവറി കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആണ്. കേരളത്തിൽ നിങ്ങൾ എവിടെ കോൾ ചെയ്താലും നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മുടെ സൈറ്റിൽ സാധനങ്ങൾ നമ്മൾ ഇതോടെ എത്തിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതല്ല നമ്മുടെ ഷോറൂമിലുള്ള ബാക്കി പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനാണെങ്കിലും ഡിസൈൻസ് നോക്കാനാണെങ്കിലും നമ്മളെ താഴെ കൊടുത്തുള്ള നമ്പറിലോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തുള്ള നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് എന്ത് സർവീസ് ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണെങ്കിൽ ഓൺലൈനിൽ എടുക്കുക, അതല്ല ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഷോപ്പിൽ ഒന്ന് എടുക്കുക. അപ്പോൾ ഓൺലൈനൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടീമിനെ നമുക്ക് സെപ്പറേറ്റ് ഉണ്ട്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഓൺലൈനിലാണ് നമുക്ക് എൻക്വയറി കാരണം വരുന്നത്. കാരണം അബ്രോഡുള്ള ആൾക്കാർക്ക് പ്രവാസികൾക്കൊന്നും ഈ പറഞ്ഞ മാതിരി ടൈൽസ് ഒന്നും നേരിട്ട് വന്ന് ഷോപ്പിലൊന്നും പർച്ചേസ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ കഴിയില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ വൃത്തിയിൽ കാര്യങ്ങൾ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടാണെങ്കിൽ ഫോട്ടോ, വീഡിയോ കാണിച്ചിട്ടാണെങ്കിൽ വീഡിയോ, ഇത് ചെയ്ത സൈറ്റുകൾ കാണിച്ചിട്ടാണെങ്കിൽ ചെയ്ത സൈറ്റുകളുടെ വീഡിയോ, ഇതെല്ലാം ഉൾപ്പെടുത്തി അവരെ കൺവീൻസ് ആക്കി കറക്റ്റ് രീതിയിൽ അവർക്ക് സാധനങ്ങളെല്ലാം മെറ്റീരിയൽസ് എല്ലാം അവരെ കൊണ്ട് പർച്ചേസ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്ന ടീമിനെ നമുക്കുണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം, ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈനിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ കൂടുതൽ വിവരങ്ങളും കാണാൻ എല്ലാം അറിയാൻ ഞാൻ ഈ പറഞ്ഞ മാതിരി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു ആൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.